ഗായ്സ് PH3 ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കൊരു ചക്ക കൊണ്ട് ഉള്ളൊരു ഇടിഞ്ചക്ക, ഇതിൻ്റെ ഇവിടെ ഇടിഞ്ചക്ക എന്നാണ് കോട്ടയത്ത് വരുന്നത്. അപ്പോൾ ഈ ചക്ക പൊട്ടി ചക്കയാണ്. അപ്പോൾ ആ ചക്ക വെച്ച് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം. പക്ഷേ ഗൈസ് അത് എത്ര പറിച്ചിട്ടും വരുന്നില്ല. അവസാനം അമ്മ വന്ന് പറിച്ചേ പിന്നെയാണ് അത് വീണത്. വളരെ ഹൈറ്റിലായിരുന്നു അത് വീണ്, ഒരു വിധത്തിൽ എടുക്കാൻ പറ്റില്ല, വീണു. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം ഗൈസ്. പക്ഷെ ഞാൻ കഷ്ണങ്ങളാക്കാൻ നോക്കിയിട്ട് ഗൈസ് ആവണില്ല, ഭയങ്കര കട്ടിയായിരുന്നു. പിന്നീട് അമ്മ പിടിച്ച് വാങ്ങി അതെല്ലാം പടപടാന്ന് ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മൾ ചെയ്താൽ അത്രയും സ്പീഡിൽ കിട്ടില്ല, കാരണം എക്സ്പീരിയൻസ് ആണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്യുമ്പോൾ വളരെ സ്പീഡായിരിക്കും. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതാ ഇങ്ങനെ എടുക്കണം ഗൈസ്. അതിന് പിന്നെ കൊത്തി അരിഞ്ഞ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിനെ കൊത്തി അരിഞ്ഞ് കൈ കൊണ്ട് കൊത്തി കൊത്തി കാബേജൊക്കെ അരിയുന്ന പോലെ അരിയണം. പിന്നെ സാധാരണ തോരൻ ഉണ്ടാക്കുന്ന പോലെ എണ്ണ ഒഴിക്കുക, പിന്നെ കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചക്ക, പൊട്ടി ചക്കയില്ല, ആ ചക്ക എടുത്ത് ഇടുക. പിന്നെ കുറച്ച് സബോള, പിന്നെ കുറച്ച് തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, ഇത്രയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കണം ഗൈസ്. കുറച്ച് വെള്ളവും കൂടെ തിളയ്ക്കണം. പിന്നെ ഉപ്പ് ഇടണം ഗൈസ്. ഉപ്പിടുന്ന എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കണം. അങ്ങനെ കുറേ നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ആവും. പിന്നീട് കണ്ടോ ഗൈസ്, ഇത് വളരെ സിമ്പിളാണ്. തോരൻ ഉണ്ടാക്കുന്ന പോലെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്തു. ബൈ.